നമസ്കാരം. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾക്ക് ഇത്തവണ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. കാർണിവലിന് അനിയന്ത്രിതമായി ആളുകൾ എത്തുന്നത് നിയന്ത്രിക്കുമെന്ന് കൊച്ചി കോർപ്പറേഷനും പോലീസും അറിയിച്ചിട്ടുണ്ട്. കളമശ്ശേരി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാപ്പഞ്ഞിയെ കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ മാത്രം കത്തിക്കണം എന്ന കടുത്ത നിലപാടിലാണ് അധികൃതർ. മറ്റിടങ്ങളിൽ പാപ്പഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്ന് RDO വ്യക്തമാക്കി. പോലീസ് സംവിധാനങ്ങൾ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം. പരേഡ് ഗ്രൗണ്ടിന് 2 കിലോമീറ്റർ അപ്പുറം 23 ഇടങ്ങളിലാണ് വാഹന പാർക്കിംഗ് അനുവദിക്കുക. 10 ACPമാരുടെയും 25 CIമാരുടെയും നേതൃത്വത്തിൽ 1000 പോലീസുകാരെയാകും ഫോർട്ട് കൊച്ചിയിൽ വിന്യസിക്കുക. അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസ് കടന്നുപോകാൻ പ്രത്യേക വഴി സജ്ജമാക്കും. ഫോർട്ട് കൊച്ചിയിലേക്ക് വൈകിട്ട് 6 മണിവരെ ബസ് സർവീസ് അനുവദിക്കും. 7 മണിവരെ ജങ്കാർ സർവീസും ഉണ്ടാകും. പുലർച്ചെ പുതുവത്സര ആഘോഷ പരിപാടികൾക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് KSRTCയുടെയും പ്രൈവറ്റ് ബസ്സുകളുടെയും സർവീസ് ഉണ്ടാകും. വിദേശികൾക്കായും സ്ത്രീകൾക്കായും പ്രത്യേക സ്ഥലമൊരുക്കാനും സംഘാടക സമിതി തീരുമാനിച്ചു. വാഹനങ്ങളിൽ മദ്യപിച്ചെത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പോലീസും വ്യക്തമാക്കി. പ്രദേശവാസികൾക്കും ഹോം സ്റ്റേകളിൽ താമസിക്കുന്നവർക്കും തിരിച്ചറിയൽ കാർഡ് കാണിച്ച് ആഘോഷത്തിൽ പങ്കുചേരാനും അവസരമുണ്ട്.